ബ്രൂസ് ലീ എന്ന പേര് കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മില്യണുകണക്കിന് ആളുകൾക്ക് മുന്നിൽ ഒരേ മുഖമാണ് തെളിയുന്നത്. അത്ഭുതകരമായ വേഗത, അസാമാന്യമായ കഴിവുകൾ, അതുല്യമായ കരുത്ത്. ബ്രൂസ് ലീ വെറും ഒരു മാർഷൽ ആർട്ടിസ്റ്റല്ല, ഒരു ചലച്ചിത്ര നടനോ ആവേശകരമായ യോദ്ധാവോ മാത്രം അല്ല, ഒരു ദർശകനും നവോത്ഥാന ചിന്തകനുമാണ്. 1940 നവംബർ 27 സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ബ്രൂസ് ലീയുടെ ജനനം. അച്ഛൻ കാറ്റോ ലീ ഒരു ചൈനീസ് ഓപ്പറ ഗായകനും അഭിനേതാവുമായിരുന്നു. ബാല്യകാലം ഹോങ്കോങ്ങിലായിരുന്നെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ബ്രൂസ് ലീക്ക് ചലച്ചിത്ര ലോകത്തിൽ കടന്നുവരാനുള്ള അവസരം ലഭിച്ചു. തനിക്ക് നിരന്തരം കയറിവരുന്ന വെല്ലുവിളികൾ നേരിടാനായി ബ്രൂസ് ലീ ചെറുപ്പത്തിൽ തന്നെ മാർഷൽ ആർട്സ് പഠനത്തിലേക്ക് തിരിഞ്ഞു. വിങ് ചുൻ എന്ന ചൈനീസ് കലയാണ് ആദ്യം പഠിച്ചത്. 18-ആം വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. പിന്നീട് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. ബ്രൂസ് ലീ പരമ്പരാഗതമായ മാർഷൽ ആർട്സ് ശൈലികളെ മാറ്റിമറിച്ച് തന്റെ സ്വന്തം സമ്പ്രദായം രൂപീകരിച്ചു. ജലം പോലെ ആയിരിക്കണം എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന തത്വമായിരുന്നു. ഒരു ദ്രാവകത്തിന്റെ സ്വാഭാവികമായ മാറ്റങ്ങളെപ്പോലെയുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബ്രൂസ് ലീയുടെ സിനിമകൾ ലോകമെമ്പാടും പ്രചോദനം നൽകി. അനവധി ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം മാർഷൽ ആർട്സിനെയും ഏഷ്യൻ ചലച്ചിത്രങ്ങളെയും ഗ്ലോബലായി പ്രചരിപ്പിച്ചു. 1973 ജൂലൈ 20 വെറും 32-ആം വയസ്സിൽ ബ്രൂസ് ലീ അപ്രതീക്ഷിതമായി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള കഥകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്, ബ്രൂസ് ലീ ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു ശാശ്വത പ്രചോദനമാണ്. ഇന്നും ബ്രൂസ് ലീയുടെ തത്വങ്ങളും മാർഷൽ ആർട്ട് സിദ്ധാന്തങ്ങളും ലോകമെമ്പാടുമുള്ള യോദ്ധാക്കളെയും ഫിറ്റ്നസ് പ്രേമികളെയും പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസം, പ്രയത്നശീലത, സ്വയം വികസനം എന്നിവയാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.